വത്സ മാഡം ക്യാബിനിലുണ്ട്. മേ ഐ? യെസ്. ആ ഇരുന്നാട്ടെ. എന്നാ പറ്റി ഡോക്ടർ? ശകലം ഗ്ലൂമിയാന്നല്ലോ. അത് ചീറ്റീന്ന് കേട്ടല്ലോ ആ പ്രൊപ്പോസൽ. വാസു പറഞ്ഞപ്പോഴാ അറിഞ്ഞേ. അപ്പന്റെ അമ്മയുടെയും ജാതി പ്രശ്നം അതാ അവരുടക്കിയതല്ലയോ? എന്റെ ലീവ് ആപ്ലിക്കേഷൻ. എന്താ കിടീന്ന്? ബൈ മാഡം. ഡോക്ടർ, അല്ല ഇത്രയും കൂടുതൽ കാലം ഞാൻ DM ഓഫീസിലേക്ക് അയക്കാം. സാങ്ഷൻ കിട്ടുമോന്ന്? കിട്ടിയില്ലെങ്കിൽ പറയൂ, ഒരു ട്രാൻസ്ഫറിന് ട്രൈ ചെയ്യാം. അതും കിട്ടിയില്ലെങ്കിൽ റെസിഗ്നേഷൻ. വാട്ട് ഡു യു മീൻ? വാട്ട് ഐ സെഡ്. എല്ലാം മറക്കാനുള്ള ഒളിച്ചോട്ടമൊന്നുമല്ല. പോകുന്നിടത്തെല്ലാം കൂടെ ഇയാളുടെ ഓർമ്മകളും ഉണ്ടാവും. ഇത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, കുറച്ചു നാളത്തേക്ക് ഈ മുഖം കാണാന്ന് പറയുമ്പോഴുള്ള ആ പെയിൻ. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശരിക്കും അഭിനയിച്ചു. എനിക്കൊന്നുമില്ല എന്ന് കാണിക്കാനുള്ള ശ്രമം. പക്ഷെ എന്നെ തന്നെ തോൽപ്പിക്കാൻ അതത്ര ഈസിയല്ല. പിന്നെ ഭദ്രയ്ക്ക് നല്ലതാ എന്നെ കാണുമ്പോഴുണ്ടാവുന്ന ഡിസ്റ്റർബൻസ്. ഞാനിങ്ങനെ എന്തൊക്കെയോ കുറെ നേരമായിട്ട് പറയുന്നു. ഒന്നു മാത്രം ചോദിച്ചോട്ടെ, ഭദ്ര എന്നെ ഇഷ്ടപ്പെട്ടിരുന്നോ? ഇഷ്ടായിരുന്നോ ഇയാൾക്ക്? ഇഷ്ടാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല ഡോക്ടർ. ഇഷ്ടമല്ലെന്ന് പറയാനുള്ള അർഹതയും. സ്വന്തം ജീവിതത്തിലെ എന്തിനെ സംബന്ധിച്ചായാലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ആളാ ഞാൻ. ഇതെനിക്കാണ്, ഇതെന്റേതാണെന്ന് പറയാനുള്ള ധൈര്യമോ കഴിവോ ഒന്നും എനിക്കില്ല. ഈ കണ്ടുമുട്ടലും സംസാരവും ഇതും എനിക്ക് വേണ്ടിയല്ല. ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയുന്ന വിശ്വാസമില്ലാത്ത ഒരാളോട് ഞാൻ കാണിച്ച നെറുകേടിന് പ്രായശ്ചിത്തം. ഇനിയൊന്നും എന്നോട് ചോദിക്കരുത്. എന്നെ പോവാൻ അനുവദിക്കണം. ഇല്ല, ഒന്നും ചോദിക്കാനില്ല. പൊയ്ക്കോളൂ. ഭദ്ര ഒന്നും മനസ്സിൽ വെച്ചോളൂ. ഏത് നാട്ടിൽ പോയാലും ഞാൻ തനിച്ച് തന്നെ ആയിരിക്കും. ഭദ്ര മറ്റാരുടേതോ ആയി എന്നറിയുന്ന കാലം വരെ. അതാർക്കും വേദനയാവില്ലല്ലോ എന്റെ കാത്തിരിപ്പ്. അത് മാത്രം അരുതെന്ന് പറയരുത്. എന്താ ഇവിടെ ആരുമില്ലേ? RB ഇന്ന് ഇവിടെ കാണാന്ന് പറഞ്ഞിരുന്നു. കാര്യമൊന്നും അറിഞ്ഞില്ലേ? അയാൾ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഹവാല കംപ്ലീറ്റ് സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുക. എന്റെ ദൈവമേ, അളിയൻ ഇനി പുറലോകം കാണാൻ കുറച്ചു കാലം എടുക്കും. കോടികളുടെ വെട്ടിപ്പല്ലേ നടത്തിയിരിക്കുന്നേ. അല്ല നിങ്ങളാരാ? തെച്ചിക്കാട് അച്യുതമേനോൻ. അല്ല, അച്യുതൻ നായർ പിള്ള. എന്നെ ഇന്ന് താൻ കണ്ടിട്ടേ ഇല്ല. വിട്ടോ. അമ്മേ, 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 ഭദ്രേ, അമ്മേ. എന്താടാ? എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം. മനസ്സിലായി? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞനുസരിച്ചാ മതി. പോലീസ് അങ്ങനെ ഉണ്ടോ? പോലീസ് എവിടെ ഞാനത് വിളിക്കുക? ഒളിക്കാനാണെങ്കിൽ തട്ടുംപുറത്ത് കിടക്കുന്ന പത്തായത്തിൽ കയറിക്കും. നീ അടിക്കാൻ ഓടിച്ചപ്പോ ഞാൻ ഒളിച്ച സ്ഥലമാ, നല്ല സ്ഥല. എന്നെ ഉൾക്കൊള്ളൂ. പിന്നെ വലിയ പത്തായല്ലേ, നീ ഇങ്ങോട്ട് കേറി വാടാ. ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞാ മതി. വരാൻ 1 മാസം കഴിയുമെന്ന്. വാടാ. എന്ത് പുക്കാറാണാവോ? ആരെങ്കിലും തട്ടിച്ച് കാശടിച്ചിട്ടുണ്ടാവും. വാടാ. ഒന്ന് അച്ചുകുട്ടിനെ പുറത്തേക്ക് വിളിച്ചേ. അവൻ ഇവിടെ ഇവിടെ ഇല്ല. അതും കേട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അകത്ത് കയറി ഞങ്ങൾ എന്നെ തരണോ?
ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്നെ വന്നത്. ഒന്നും വിളിച്ചേ. ഇവിടെ വന്നിട്ടില്ല. ഇത് സ്ത്രീകൾ മാത്രമുള്ള വീടാ. അകത്ത് നോക്കാനൊന്നും പറ്റില്ല. മോളെ മര്യാദകേട് കാട്ടാൻ മടിയുള്ളോണ്ട് തന്നെയാ പറയണത്. നിങ്ങൾ തന്നെ ചെന്ന് പുറത്തേക്ക് വരാൻ പറയുവനോട്. സമയം പോക്കണ്ടപ്പാ. ബിച്ചു കയറി നോക്കണം. അച്യുതൻകുട്ടി ആർക്കാടാ കണ്ടത്? ആർക്കാടാ കണ്ടത്? ഇവിടെ ഉണ്ടെങ്കിൽ കാണുന്നേ പറഞ്ഞുള്ളൂ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിനകത്തേക്ക് എന്റെ അനുവാദം ഇല്ലാണ്ട് കയറിയ കാര്യം ഞാൻ വിട്ടു. അച്യുതൻകുട്ടിയെ കാണുന്ന വെച്ചാലേ ആരെങ്കിലും രണ്ടാൾക്കാരെ തട്ടുമ്പുറത്തേക്കല്ലേ. അവനെ ആ പത്തായത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിൽ യശോദര നുണ പറയാറില്ല. കൊണ്ടുപോ. വളരെ ഉപകാരം സ്വാമി. സ്വാമി നിന്റെ അമ്മ കൊണ്ടുപോടാ പട്ടി. ഇവര് കൊന്നിട്ടില്ല, ഞാൻ തിരിച്ചു വരും തൊള്ളേ. See you. കൃഷ്ണമാറേ, ഒന്നും മയത്തില് വേണേ. കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ. മീശ ഡൈ ചെയ്തില്ല. ഛേ, എന്താ ഇത്? പടന്നയ്ക്കാൻ പറമ്പില് ഷൺമോഹന്റെ മോൻ ശിവാനന്ദ ഉലുവ 20,000 ശമ്പളവും പിന്നെ അപ്പിടി ഇപ്പിടി യാത്രാപ്പടി ഇനത്തിൽ 5 വേറെയും തന്ന് നിന്നെ ഞാൻ ഇവിടുത്തെ ലേസൺ ഓഫീസർ എന്ന ബോർഡ് കഴുത്തിൽ തൂക്കിയിട്ട് വളർത്തി പുഷ്ടിപ്പെടുത്തുന്നത് എന്റെ 6ാം ഭാര്യക്ക് തോണ്ടിക്കളിക്കാനല്ല. കുട്ടിയിരുന്നുള്ളൂ. ഇരിക്കാൻ. നീ വാ. ചിങ്ങണ്ണി, നീ ആ ചീരന്റെ അവിടുത്തെ ജോസഫേട്ടനോട് NH നമ്മൾ വാങ്ങാൻ പ്ലാനിട്ട സ്ഥലത്തിന്റെ ബ്രോക്കർ ആയി ചോദിച്ചോടാ. പറയടാ ശിവാനന്ദ. അതെ. തെണ്ടിത്തരം കാണിക്കുകയും ഒരു ഉളുപ്പില്ലാണ്ട് അത് സമ്മതിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ നീ ഇന്ത്യൻ പാർട്ടിയാണല്ലോടാ. കപത്തിനടിയിലായ കാലട നക്കിയെടുക്കുന്ന നാറിന്നൊരു പേരുണ്ടായിരുന്നു വെണ്ടർ ശിവൻപിള്ള എന്ന എന്റെ ഫാദറിന്. എനിക്ക് നക്കല് ബുദ്ധിമുട്ടായതുകൊണ്ടാ നിന്നെ പോലുള്ള സാറുമാരെ ഞാൻ വർക്കിന് വെച്ചിരിക്കുന്നത്. സാറിനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്റെ സാറുമാര് നക്കിയെടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാവണം. അല്ലാണ്ട് ഓണത്തിനിടയിൽ ഫാസ്റ്റ് ഫുഡ് നടത്തി ലാഭം അടിക്കുന്ന സെക്കൻഡ് നമ്പർ പണി ചെയ്യുന്ന ഷൺമോന്റെ മോനെ കൃഷ്ണകുമാറിന് ആവശ്യമില്ല. പൊക്കോ. പോടാ. ഇറങ്ങി പോടാ. സാർ ഫോൺ. ആരാ? കൊച്ചുണ്ണി സാർ. ആ അളിയാ വണക്കം. ആ കിതക്കുന്നോ? അതൊരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടതാ. ശാരീരിക നടപടിയായിരുന്നു. ആ ചെസ്റ്റിന് കാല്. അളിയാ ദുബായിന്ന് നീ നിന്റെ ബോഡി എപ്പോ കൊണ്ടുവന്നു? സാർ മേത്ത. ആരുടെ മേത്ത്? അല്ല സാർ, ബോംബെന്ന് മേത്ത. ബോംബെന്ന് മേത്തയോ? ആ അളിയാന്നില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞ മേത്തല്ലേ? ആ സാർ സംസാരിക്കേ. സാർ സംസാരിക്കുന്നു. അമൃത ഡിസ്റ്റിലെ മേത്തയാണ് സംസാരിക്കേ. അതെന്നെ സാർ സംസാരിക്കും. വല്ല ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും സംസാരിക്കേ. സാർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ? അതിനല്ലേ സാറിന് വെച്ചിട്ട്? എന്നാ ഹിന്ദി സംസാരിക്കും. അയ്യോ ഞാൻ ഹിന്ദി ഫോൺ കൂടെ സംസാരിക്കില്ല. അതെന്താ? എനിക്കറിയില്ല. വാട്ട് നോൺസെൻസ് ദിസ് ഈസ്. സംസാരിക്കേ. ഹലോ മേത്ത, ഗുഡ് മോർണിംഗ്. ടെൽ മീ. ഹലോ മേത്ത. കൃഷ്ണകുമാർ ആ അളിയാ ഞാൻ തിരിച്ചു വിളിക്കാടാ. രാവിലത്തെ ലക്ഷണം കണ്ടിട്ട് ഇന്നത്തിരി പണി കൂടുന്ന തോന്നണേ. ആ പണിക്കാരെത്തി. ഇങ്ങോട്ട് വാടും. അയ്യോ തെച്ചിക്കാട്ട അച്ചൻകുട്ടി സാറല്ലേ? അതെ. അപ്പൊന്നെ അറിയാല്ലേ? അയ്യോ പിന്നെ എന്നെ അറിയുമെന്നതിൽ അത്ഭുതമില്ല. അറിയണമല്ലോ. പൊളിറ്റിക്കൽ ഫീൽഡിന്റെ ഒരു അഡ്രസ്. സി കൃഷ്ണകുമാർ, ബിസിനസ് ഫീൽഡ് ആകുമ്പോ ഈ പണത്തിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ഇവരുടെ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സംഖ്യ അതൊരു തുകയാണോ? അതൊരു തുകയാണ്. ആ അളിയ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ബസ്സുകൂലി ലാഭിക്കാൻ കുന്നും പാടവും കയറി 5-8 മൈൽ നടക്കുന്ന സിസ്റ്റർ അങ്ങാടിയിൽ വന്നൊരു സവാരി വിളിച്ചതിന്റെ ഒരു സംഭവം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്താ പ്രൊമോഷൻ വല്ലതും ആയോ സിസ്റ്ററെ? ആയി ബ്രദറെ, സിസ്റ്റർക്ക് പ്രൊമോഷൻ കിട്ടി, ഡോക്ടറായി. വേറെ വിശേഷമൊന്നുമില്ലെങ്കിൽ കുട്ടം പോ. ഓഹോ. എന്താ കുട്ടിയെ ഈ നേരത്ത്? എന്താ വല്യമ്മാമേ, ഇത് വീട്ടിൽ കയറി വരാൻ പറ്റിയ നേരമല്ലേ? ഓ ബാമയാണല്ലേ. എന്താ കഴിഞ്ഞോ നിന്റെ?
ഇല്ല, ഇനി തുടങ്ങാൻ പോവല്ലേ. ഇപ്പൊ ഫുൾ ടൈം ഇവിടെ തന്നെയല്ലേ. ഭാര്യ വീട്ടുകാര് പടി അടച്ചോ? അജപ്രസംഗ നാട്ടിൽ വരൂ. വാടോ. വന്നോടാ അമ്മയുടെ കണ്ണൻ. എന്നതാ അമ്മച്ചി, സുഖാന്നോ? എന്ത് ഭാഷയാടി ഇത്? അച്ചായത്തി പിള്ളേരുടെ ഗ്യാങ്ങില് കൊല്ലം കുറച്ചായില്ലേ? ഇതാരിത്? മാതാ യശോധരാനന്ദ. എന്താ സ്ഥിതി? കുറവുണ്ടോ? നല്ല കുറവല്ലേ? ഈ ഒരു പെട്ടിയുള്ളൂ. അതിൽ കൈവെക്കണ്ട. കഴിഞ്ഞ തവണ എന്റെ പെട്ടി കൊണ്ടുപോയി കിണറ്റിലിട്ടത് മറന്നിട്ടില്ലേ ഞാൻ. ഇനി ചെറിയമ്മ അങ്ങനെ ചെയ്യില്ല കുട്ടാ. നിന്റെ വല്യമ്മാവനും പിന്നെ മറ്റേ കാർക്കോടകൻ അച്ചൂട്ടിയും അവരെ ഒരു ദിവസം ഞാൻ കിണറ്റിലിട്ട് മൂടും. അങ്ങനെ ഉപകാരമുള്ള വല്ലതും ചെയ്യും. ഞാൻ എടുത്തോളാം. യശോദരെ വാ മോളെ. ബാമ വന്നോ? ഇല്ല, ഇത് ഭദ്രയാ. ഓ, എനിക്ക് നന്നായി തിരിയും രണ്ടാളുടെയും സ്വരം. സിസ്റ്റർ വരാൻ എത്ര മണിയാവും? നടന്നു വരണ റൂട്ടൊക്കെ ഇപ്പൊ മാറ്റിയിരിക്കണു. എപ്പോഴാ നിങ്ങളുടെ ഏട്ടൻ കാശ് വാങ്ങി പറ്റിച്ച ആൾക്കാര് മുന്നിൽ വന്ന് ചാടുകയെന്ന് അറിയില്ലല്ലോ. പാവം, അതൊരുത്തി അനുഭവിക്കുന്നതിന് കയ്യും കണക്കുമില്ല. അതെ, ഈ തെച്ചിക്കാട്ടിലെ അച്ഛൻ കൂടെ വീട് എവിടെയാ? അതെ, നേരെ കിഴക്കോട്ട് പോയാൽ മതി. കൊറേ ദൂരം പോണം. ഇതുവരെ ഓരോരുത്തർ പറഞ്ഞു പടിഞ്ഞാട്ടെന്ന്. ഇപ്പൊ കിഴക്കോട്ടയ്യോ? ഏത് പാതാളത്തിലാണ് ഈ എരപ്പൻ താമസിക്കണതാവോ? നിങ്ങൾ എന്താ അവിടെ തെരയണേ? ഞമ്മന്റെ ഒരു കമ്മല് പോയി. ഞാനും കൂടണോ തെരയാൻ? കിട്ടിച്ചവലേം തന്നാ മതി. ഇത് മുക്കിന്റെയാ. ഇതിനാണ് ഇങ്ങനെ മാന്തി പരതണേ. അല്ലമ്മ, ഈ അച്ഛൻകുട്ടി അച്യുതൻകുട്ടി മയ്യത്തായി പോയി. എന്താടി, പേടിച്ചോ? പേടിക്കില്ലേ പിന്നെ. അതുപോലെ ഒരു മാരണത്തിന്റെ രക്ഷപ്പെട്ട് ഓടി വരിക. എപ്പ എത്തി? ദാ ഇപ്പോ 5 കൊല്ലത്തെ അഭ്യാസം തീർത്തിട്ട് തിരിച്ചു വന്നു. എന്തോ ഒരു വലിയ സമാധാനം നിന്നെ കണ്ടപ്പോ. ചെല്ല്, പോയി മേല് കഴുകോ വല്ലം കഴിക്കുക. എന്താന്ന് വെച്ചാ ചെയ്. ഇരുന്ന് പറയാൻ കഥകള് കൊറേ ഉണ്ട്. നല്ല ആളായിരുന്നു അല്ലേ? പാവായിരുന്നു. അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണം തോന്നുവോ? നീ പൊട്ടിയോ? ഇറങ്ങി പൊയ്ക്കൂടായിരുന്നു നിനക്ക്? നല്ല കഥ. എന്റെ സുഖം നോക്കി സകലരെ മറന്നിട്ടങ്ങോട്ട് പോവാനോ? പിന്നെ നീ കരുതണ പോലെ ഇഷ്ടം മൂത്ത് നിൽക്കുന്നതായിരുന്നില്ല ഞാൻ. ബാധ്യതയും ഭാരവും ഒന്നും ഇല്ലാണ്ട് അതങ്ങ് നടന്നു കിട്ടുമെങ്കിൽ ആട്ടേന്ന് വെച്ചു. ദുഷ്ടനായാള് അച്ചുവേട്ടൻ. ആ, ഇറങ്ങി വന്നേ. കൃഷ്ണകുമാർ സാറേ. എന്താ അച്ചുകുട്ടി സാറേ? എന്റെ വീടും പറമ്പും സാറിന്റെ പേർക്ക് എഴുതിപ്പിക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കുക അവര്. ഈശ്വര, ആ പ്ലാനിന്റെ പുറകിൽ ഞാൻ തന്നെയാണ് സാറേ. ഒരിടത്തിന്റെ ഡോക്യുമെന്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയത്തിലല്ലേ? ആ തുകയും പലിശയും കൊടുത്ത് ഡോക്യുമെന്റ് റിലീസ് ചെയ്യണം. പണം ഞാൻ തരാം. അതെന്നിട്ട് ഞാൻ പറയുന്ന ആളുടെ പേർക്ക് എഴുതി കൊടുക്കണം. അതൊരു ചതിയല്ലേ? ആഹാ, അതൊരു ചതിയായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ചതിയല്ലേ ഈ ഇത്? നിന്നെ ഒരുത്തനെ വിശ്വസിച്ച 10 ലക്ഷം റുപ്യ നീ പറഞ്ഞ പന്നിക്ക് ഞാൻ കൊണ്ടേ കൊടുത്ത്. അതും വെണ്ടർ ശിവൻപിള്ളയുടെ മകൻ കൃഷ്ണകുമാറിന്റെ പണം. ഈ കൃഷ്ണകുമാർ ആണെങ്കിലോ ക്യാഷിന്റെ കാര്യത്തിൽ മഹാ തെണ്ടിയും. ഇവന്റെ ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് ആ പൊരയില്. അതിപ്പോ എന്താ ചെയ്യാ? ഇറക്കി വിടണം, വേറെന്ത് ചെയ്യാനാ? അപ്പൊ അവരെവിടെ പോവും? താൻ കുറച്ചു കാലം അവരെ കൊണ്ട് തേക്കടി ആര്യനിവാസിലോ കുമരകൻ ടാജിലോ അല്ലെങ്കിൽ തൃശ്ശൂർ രാമനിലത്തിലൊക്കെ പോയി സ്റ്റേ ചെയ്യേ. താങ്ങല്ല, വലിയ ചെലവാ. നീലക്കെമ്മിൻസ്കേലോ അവര് വെറുതെ കിടത്തു. ഒറ്റ താങ്ങൻ അടിപറ്റ താഴെയുള്ള മർമ്മത്ത് വെച്ച് തന്നാണ്ടല്ലോ. ആ RB നായരുടെ കൂടെ കൂടി ഈ പാവപ്പെട്ടവരെ ചതിക്കാൻ കൂട്ടി നിൽക്കുമ്പോ ഓർക്കണായിരുന്നോ എച്ചിക്കാട്ടച്ചുതാ. അയാൾ എന്നെ ചതിച്ച് മുങ്ങിയത് അതൊരു കൂട്ടുകൃഷി ആയിരുന്നില്ല. അപ്പൊ എടുക്കണോ എവിടെന്ന് വെച്ചാ? ബാംഗ്ലൂരോ മൈസൂരോ എവിടെന്ന് വെച്ചാ പോ. വണ്ടിക്കാശ് വേണ്ടി ഞാൻ തന്നേക്കാം. ആ തമ്പി സാറേ, ഇയാളുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ വെച്ച് ഒഴിപ്പിക്കുന്ന ഒരു ഇഷ്യൂവാണ്. മാന്യമായി കൈകാര്യം ചെയ്യണം. അത് തന്നെ പറയാനാ ഞാൻ വന്ന്. സാറ് തന്നെ പോണം. അപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു.
തമ്പി സാറേ, കൃഷ്ണകുമാർ സാറേ. വീണു. വീഴണം. എടാ എവിടെയാടാ അച്യുതൻകുട്ടി? കൊണ്ടുപോടാ അവനെ എന്റെ മുന്നിൽ. എന്റെ കുട്ടികളെ പെരുവഴിയിലാക്കിട്ട് അവനെ അവിടെ പോയിടാ. വിടടാ എന്നെ. നീ പോടാ അമ്പഴങ്ങാ മോറ. ഇവിടുന്ന് ആരെയും പടിയിറക്കാവുന്ന ഒരുത്തനും വിചാരിക്കണ്ട. വെട്ടി ഞാൻ എല്ലാത്തിനെയും വെട്ടി കൊല്ലും. വിടാനാ പറഞ്ഞത്. വിടാൻ വിടാൻ എന്നെ വിടാൻ. ജോസഫേ, ഇനി വേനൽച്ചൂട് കൂടുന്തോറും ഇത് അധികാവിനെ ചെയ്യുള്ളൂ. കൂനിമേൽ കുരുന്ന് പറയണത് ഇതാ. അല്ലെങ്കിൽ തന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടും വേണ്ടുവോളം. അതിന്റെ കൂടെ ഒന്നിന് തലക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ ഏട്ടൻ കാണിച്ച കുഴപ്പം എന്തായാലും ശിക്ഷ അനുഭവിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ വീടും വിട്ട് ഇറങ്ങിപ്പോവാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതത്ര എളുപ്പാവില്ല നിങ്ങൾക്ക് ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നത്. കുട്ടി, ഞാൻ കൃഷ്ണകുമാറിന്റെ ശമ്പളക്കാരനാ. പ്രോപ്പർട്ടി അയാളുടെ പേരിൽ എഴുതി വാങ്ങിയ വിവരം വീട്ടിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അച്യുതൻകുട്ടിയുടെ വീടിന്റെ യഥാർത്ഥ പിക്ചർ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് അങ്ങനെ ഒഴിവാക്കി കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് അല്ലല്ലോ. അറിയാം സർ. ആ തുക തിരിച്ച് നിങ്ങൾ പറയണേ കൃഷ്ണകുമാറിന് കൊടുക്കാൻ ഇവിടെ ആര് വിചാരിച്ചാലും കഴിയേയില്ല. അങ്ങനെ പറഞ്ഞാൽ മറ്റൊന്നും പറയാനില്ലാത്തോണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നിസ്സഹായാവസ്ഥ? മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, ഈ പറഞ്ഞ കൃഷ്ണകുമാറിന്റെ ചേച്ചി. ഈ ഭൂമിയിൽ അയാളെ നിയന്ത്രിക്കാനും ശാസിക്കാനും അധികാരമുള്ള ഒരേ ഒരാൾ. ഒന്ന് കണ്ടു നോക്കിക്കൂടെ? ശ്രീദേവി 19ാമത്തെ വയസ്സിൽ ഒരു കാർ ആക്സിഡന്റ്, കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ ഉരുളുന്ന ജന്മം. ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അയാൾ ജീവിക്കുന്നത് ഈ ചേച്ചിക്ക് വേണ്ടിയാണ്. അവരാകട്ടെ നിത്യവും പ്രാർത്ഥിക്കുന്നത് കൃഷ്ണകുമാറിന്റെ മനസ്സുമാറി അയാൾ ഒരു വിവാഹം കഴിച്ച് സുഖമായി കഴിയുന്നത് കാണാനാ. നമസ്കാരം. ആരാണാവോ? ഞങ്ങള് ചെറുവത്താണിന്ന് വരിക. എന്റെ പേര് ഭദ്ര. ഇത് ശാരദയെടുത്തി. എന്നെ കാണാൻ തന്നെയാണോ അതോ? അതെ. ഈ കുട്ടിക്കൊരു സങ്കടം പറയാനുണ്ട്. സങ്കടോ? അയ്യോ, ഈ വണ്ടിച്ചക്രത്തിൽ ഉരുളുന്ന എന്നോടാണോ? അതൊക്കെ ഭഗവാനോട് പറയാ. എന്നെ സഹായിക്കാൻ ഇപ്പൊ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. എന്നാ കേക്കട്ടെ. ബോംബെ മേത്ത. ഇനി ബോംബെന്ന് മേത്ത എന്നെ വിളിച്ച തന്നെ ഞാൻ തല്ലിക്കൊള്ളു. പോണോർന്ന് വൃത്തിയിട്ടവനെ. ഒരു സംശയം ചോദിച്ചോട്ടെ? നീ സത്യത്തിൽ ആരാ? വെണ്ടർ ശിവൻപിള്ളയുടെ മോനോ അതോ അച്ഛനോ? എന്നാ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ആ പെൺകുട്ടി ആരാ? നീ കാരണം വീടും കുടിയും വിട്ട് പെരുവഴിയിൽ ഇറങ്ങാൻ പോണ ഒരു പാവം. ഏതോ ഒരു അച്യുതൻ കുട്ടിയോ? എച്ചിക്കാട്ടച്ചതം കുട്ടി അയാളുടെ വീട്ടിലാണല്ലേ. എന്തിനാടാ കൃഷ്ണ ദ്രോഹം ചെയ്യണേ? ദേവു ദ്രോഹം അയാളാ ചെയ്ത അച്യുതം കുട്ടി. അതെ, 10 ലക്ഷം രൂപ എനിക്ക് നഷ്ടം വന്ന കേസാത്. അതങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? കേക്കണ്ട ലക്ഷങ്ങളുടെ കണക്ക്. എടാ, നമ്മുടെ അച്ഛൻ കുറെ സമ്പാദിച്ചു കൂട്ടി. എന്നിട്ടോ? എന്റെ ഓർമ്മയിൽ മുഴുവനും ഒരുപാട് രോഗങ്ങളും അതിന്റെ ചികിത്സയും തന്നെയായിരുന്നു ജീവിതം. ഒരു മോളുള്ളത് 19 വയസ്സിൽ ഉന്തുവണ്ടി കയറി. കൃഷ്ണ, ഏതോ പാവങ്ങളുടെ കണ്ണീര് വീഴ്ത്തിട്ട് വേണ്ടടാ. നമുക്ക് ആവശ്യത്തിലേറെ ദൈവം തന്നിട്ടുണ്ടല്ലോ. എന്റെ ദേവു സാറേ, അങ്ങനെ ഞാൻ ആരെയും കുടിയൊഴിപ്പിക്കാനൊന്നും പോണില്ല. ചില വിരട്ടൊക്കെ വേണ്ടിവരും കച്ചവടത്തില്. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ദേവുവിന് പറഞ്ഞ മനസ്സിലാവില്ല. വേണ്ട, ആ കുട്ടിയുടെ കാര്യത്തിന് പരിഹാരം ഉണ്ടാവണം. അതെന്റെ കാലില് തൊട്ടപ്പോ ദൈവമേ, ആ ശാപൊന്ന് കൃഷ്ണ നിന്റെ തലയിൽ വീഴരുത്. ഇല്ലെന്നേ, ആ കുട്ടി ദേവുവിന്റെ കാലിൽ തൊട്ടപ്പോ എന്റെ നെഞ്ചിലൊരു ചെറിയ സങ്കടം തോന്നിയില്ലേ? എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പാവം. എന്റെ സങ്കടം എനിക്ക് കൈനഷ്ടം വരുന്ന ഏതോ ഒരു കേസിട്ടാണല്ലോ ദൈവമേ ഈ കാലിലേക്ക് കുനിയണെന്ന് ഓർത്തപ്പോഴാ. നീ നന്നാവില്ലടാ. പിണങ്ങി പോവല്ലേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം.
എന്റെ 10 ലക്ഷം പോയി. പിന്നെ ആ പെങ്കൊച്ചിനെ കാണാൻ കൊള്ളാട്ടോ, നല്ല കണ്ണ്. ഇഷ്ടയച്ച കുട്ടി കല്യാണം കഴിച്ചോളൂ. ആ കല്യാണം കഴിക്കാം. വെറുതെ ഒരു ചെറ്റാളിനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോ എന്തിനാ അത് കളയണത്? കഴിക്കാം.